കെ രാഗേഷിന്റെ ആരോപണങ്ങൾക്ക് വീരേന്ദ്രന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി പ്രതീക്ഷിക്കാം. അവർ പലരും പറഞ്ഞു, അവർ വിളിച്ച മുദ്രാവാക്യം എന്താ അറിയോ? മലപ്പട്ടത്തിൻ്റെ എന്താ ചരിത്രം പാരമ്പര്യം പറഞ്ഞ എ കുഞ്ഞിക്കണ്ണൻ്റെ ചരിത്രം. ഞാനും പറയുന്നത് കഴിഞ്ഞാൽ എ കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറത്തെ പുതിയ കുട്ടിക്ക് അറിയില്ല. എ കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കാവുമ്പോയി സമരത്തിൻ്റെ സേനാനിയാണ്. ജന്മിത്വത്തിനെതിരെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. കരിഞ്ഞത് പൂർത്തിയപ്പത്തിന് പേര് നേതൃത്വം കൊടുത്ത ആളാണ്. എല്ലാ അനീതിക്കെതിരെയും നേതൃത്വം കൊടുത്ത നേതാവാണ് എ കുഞ്ഞിക്കണ്ണൻ. ആ എ കുഞ്ഞിക്കണ്ണൻ എന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ പേരിൽ ചില നേതാക്കൾ കാണിക്കുന്ന ഈ കൊടിയ അനീതിക്കെതിരെ ഞാൻ പൊരുതുന്നത് എ കുഞ്ഞിക്കണ്ണൻ്റെ ആ പാരമ്പര്യത്തിനാണ്. കുഞ്ഞിക്കണ്ണൻ തന്നെയാണ് പഠിപ്പിച്ചത് വിട്ടുവീഴ്ച നടത്തരുത് അത് ഈ അനീതിക്കെതിരായിട്ട്. എ കുഞ്ഞിക്കണ്ണൻ ഒരു അനീതിക്കെതിരായി വിട്ടുവീഴ്ച നടത്തുന്ന മനുഷ്യനല്ല നാട്ടിലറിയാം. പക്ഷേ ഇവർക്കറിയില്ല. അതാ കുഞ്ഞിക്കണ്ണൻ്റെ പാരമ്പര്യം, അതാ മലപ്പുറത്തിലെ പാരമ്പര്യം. തെറ്റായ പ്രവണതകൾക്കെതിരെ പല നേതാക്കന്മാർക്കുള്ള എതിർപ്പ് അതൊന്നും ഞാനിപ്പോൾ എനിക്ക് പറയേണ്ട കാര്യമില്ല. എൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. സമാനക്കാരുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം എനിക്ക് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. നിരവധി ആ കാര്യമല്ലേ പറഞ്ഞത്. താഴെ ഇതിലൂടെ വരെ വരുമ്പോൾ ഉള്ള അനുഭവം ഈ രാജേഷ് വീരവസരം രാജേഷിന് ലോക്കൽ കമ്മിറ്റി നടത്താൻ കഴിഞ്ഞോ? ചില ലോക്കൽ കമ്മിറ്റിയിൽ ഓരോ ചോദ്യത്തിനും ചോദിക്കില്ല, ഇതിന് അതിന് ഉത്തരം പറഞ്ഞിട്ട് മതി. ഇനി ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞ ലോക്കൽ കമ്മിറ്റികളുണ്ടല്ലോ, രാജേഷ് മറന്നു പോകുന്നത് എന്ത് ആ വികാരം കാണാതെ? അതല്ലേ ജനാധിപത്യം. ഉണ്ടെങ്കിൽ എനിക്ക് തരുമായിരുന്നു അല്ലേ? ഈ അധികാരമോഹം ഇല്ലാത്ത, പാർലമെന്ററി വ്യാമോഹം ഇല്ലാത്ത MP ജയരാജനും കെ രാഗേഷും എല്ലാം എനിക്ക് ഈ അധികാരമോഹം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ അധികാരമോഹം പരിഹരിച്ചു തരുമായിരുന്നു അല്ലേ? അത് മനസ്സിലായിട്ടില്ല അവർക്ക്. അതെ, എനിക്ക് ഞാൻ ഇവിടെ മത്സരിക്കണമെന്നോ MLA ആവണമെന്നുള്ള ഒരാഗ്രഹത്തിനും വന്നതല്ല, ഈ അനീതിക്കെതിരായിട്ട് വന്നതാണ്. അങ്ങനെ എനിക്ക് ആരോഗ്യം ഞാൻ ചെറുപ്പമായിട്ടുള്ള ഘട്ടത്തിൽ മുതൽ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബോധിച്ചിട്ടുണ്ടല്ലോ. ഈ ഇരിക്കൂർ മണ്ണിൽ കടന്നപ്പള്ളി ഡാം എന്ന MLA ആക്കി ഞാനാണ്. ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാം അത് ഗോവിന്ദ മാഷ MLA ആക്കി നിന്ന് അത്രയും ചത്ത് പഴുത്ത് ഞാൻ. കാരണം അന്ന് കോൺഗ്രസ് അകത്ത് സ്പ്ലിറ്റിലെ സമയമായിരുന്നു. അപ്പോൾ പോട്ടെ, നിരവധി തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചില്ല ഞാനാണ്. ശ്രീമ ടീച്ചർ, അബ്ദുള്ളക്കുട്ടി, പാട്ടൻ രാജൻ, P ശശി തുടങ്ങി ഈ കെ രാഗേഷ്, ഈ വലിയ ജനപ്രീതിയുള്ള രാഗേഷുണ്ട്. എനിക്ക് ജനപ്രീതി ഇല്ലാതാണല്ലോ പറഞ്ഞത്. ഈ ജനപ്രീതിയുള്ള രാഗേഷ് ഇവിടെ പാർലമെൻറ്റ് മത്സരിച്ചില്ലല്ലോ. ആ ജനപ്രീതി നമ്മൾ ഇന്ന് കണ്ടു. അതിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ചോ ഞാനാ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ. അന്നൊന്നും ഞാൻ എനക്കും ആവണം ഒരു മത്സരം അല്ലെ ഒരു MLA ആവണം എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും പറഞ്ഞു. എന്തിനാ സഖാക്കളെ നിങ്ങൾ എന്നെ ഇങ്ങനെ ഈ കാര്യത്തിൽ പാർലമെന്ററി വ്യാമോഹം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പാർട്ടിയെ രക്ഷിക്കാൻ പല നുണയും പറഞ്ഞോ? ഞാനത് പറഞ്ഞു. ആ നുണ താൽക്കാലിക ആയുസാണ്. ഈ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ജില്ലാ കമ്മിറ്റി ആ യോഗത്തിൽ എതിർപ്പ് വിമർശനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരിക്കും എന്താ സംഭവിച്ചതെന്നാണ്? അല്ല, വിമർശനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഞാനാണ് ആ ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ. അവസാനത്തെ ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ ഞാനാണ്. ആ ജില്ലാ കമ്മിറ്റി നടന്ന ചർച്ച, ജില്ലാ കമ്മിറ്റി പങ്കെടുത്ത സഹാക്കളുണ്ടല്ലോ, സത്യസന്ധമായിട്ട് ഇനി അവർ പറയുമെന്ന് പറയാൻ കഴിയില്ല. ശക്തമായ എതിർപ്പായിരുന്നില്ലേ? എൻ്റെ അടുത്താണ് MP മാഷ് ഇരിക്കുന്നത്, ഞാൻ അധ്യക്ഷനാണ്. ഞാൻ മാഷോട് ചോദിച്ചു, മാഷേ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. മാഷ് സത്യം പറയുമെങ്കിൽ മാഷ് പല മനസാക്ഷിയിൽ അത് വരും. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, അത്രയും രൂക്ഷമായ ചർച്ച നടക്കുന്നത്, നമുക്ക് നിയന്ത്രിച്ചോട്ടെ. മാഷ് പറഞ്ഞു വേണ്ട, അത് മാഷ് പറഞ്ഞത് വേണ്ട, നടന്നോട്ടെ. അത്രയും ചർച്ച നടന്നില്ലാണ്, ആരും അംഗീകരിച്ചില്ല. തീർച്ചയായും ജനാധിപത്യത്തെ പാർട്ടി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഈ സ്ഥാനാർത്ഥി പുനഃപരിശോധന നടത്തുന്നതായിരുന്നു. കാരണം ഒരു DC കണ്ണൂർ DC എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കരുത്തുറ്റ DC ആ കണ്ണൂർ DC N ബ്ലോക്കായിട്ട് ഇത്തരം എതിർപ്പ് പഠിപ്പിച്ചൊരു സ്ഥാനാർത്ഥിയെ ജനാധിപത്യം ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ പുനഃപരിശോധിക്കണമായിരുന്നു. പാർട്ടിൻ്റെ അന്തസ് വരുമായിരുന്നു. MP ഗോവിന്ദ മാഷ് അന്തസ് 100 മടങ്ങ് വരുമായിരുന്നു. ഗോവിന്ദ മാഷ താല്പര്യത്തിന് ജില്ലാ സെക്രട്ടറി വഴങ്ങി എന്ന് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല.